warahmatullahi wabarakatuh. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളൊക്കെ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വിശ്രമിക്കാനും അന്തിയുറങ്ങാനും ഒക്കെ സുഖസൗകര്യങ്ങളോട് കൂടിയുള്ള ഭവനങ്ങളുണ്ട്. നമ്മെ സഹായിക്കാൻ ഒരുപാട് സഹായികളുണ്ട്. നമുക്ക് പരിലാളനകൾ നൽകുന്ന മാതാപിതാക്കളും സ്നേഹം നൽകുന്ന ഇണകളും കൺകുളിർമ നൽകുന്ന സന്താനങ്ങളും ഐശ്വര്യം നൽകുന്ന സമ്പത്തും നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന സ്ഥാനമാനങ്ങളൊക്കെയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറയുന്നതോടുകൂടെ അതെല്ലാം നഷ്ടപ്പെട്ട് ഏകാന്തതയിലേക്കുള്ള ഒരു യാത്രയാണ് മരണമെന്ന് പറയുന്നത്. എന്നു മാത്രമല്ല, പ്രകാശ ലോകത്ത് ജീവിച്ച നമ്മൾ ഇരുട്ടറയിലേക്കുള്ളൊരു പ്രയാണമാണ് മരണമെന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജനാസ അതിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മളൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവസാന മേൽപ്പലക വെക്കലോടുകൂടെ, അവസാന മേൽപ്പലകയും വെച്ച് അതിൻ്റെ വിടവുകൾ നികത്തലോടുകൂടെ, ആ വിടവുകളെ കൂടെ മണ്ണുകളെ കൊണ്ട് അടക്കലോടുകൂടെ ആ ഖബറിനകത്തേക്ക് പ്രകാശത്തിൻ്റെ എല്ലാ സ്രോതസ്സും നഷ്ടപ്പെടുകയാണ്. പിന്നീട് മണ്ണിട്ട് ഓരോരുത്തരും മണ്ണ് വാരിയിടുന്നതോടുകൂടെ ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഭൗതികമായ ഒരു പ്രകാശത്തിൻ്റെ ഒരു സോഴ്സുമില്ല. പൂർണാർത്ഥത്തിൽ ഒരു ഇരുട്ടറ, ഏകാന്തതയുടെ ഇരുട്ടറ, ഇരുവശങ്ങളും മണ്ണ്, അതുപോലെ താഴ്ഭാഗവും മണ്ണ്, മുകൾ ഭാഗം മേൽപ്പലകയുമായി ചെറിയൊരു ഇരുട്ടിൻ്റെ അറയിലാണ് ഓരോ മനുഷ്യനും വിശ്രമിക്കേണ്ടത്. ആ ഇരുട്ടറയെ എങ്ങനെയാണ് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നത്? വിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ ഖബറിന്റെ ഇരുട്ടിനെ കുറിച്ച് പറയുന്നു. ആ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നൽ ഖുബൂറ മംലൂഅത്തുൻ ഉൽമത്തൻ. ഓരോ ഖബറുകളും അത് അന്ധകാരത്താൽ നിറക്കപ്പെട്ടതാണ്. ലിഅദമിൽ മനാഫിദില്ലതി യദ്ഖുലു മിൻഹു ഇലൈഹ. പ്രകാശങ്ങൾ അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗങ്ങളും ഒരു കവാടങ്ങളും ഇല്ലാത്തത് കൊണ്ട് ഖബറുകളെല്ലാം ഇരുട്ടുകളാൽ നിറക്കപ്പെട്ടതാണ്. ഫലാ യുനീറുഹ ഇല്ലൽ അഅ്മാലു സ്വാലിഹ. ആ ഖബറുകളുടെ ഇരുട്ടിനെ, അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യാൻ സ്വാലിഹായ കർമ്മങ്ങൾക്കല്ലാതെ കഴിയുകയില്ല എന്ന് ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വാലിഹായ കർമ്മങ്ങളിൽ ഏറ്റവും ഉപകരിക്കുന്ന കർമ്മമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ മരണപ്പെട്ടപ്പോൾ ദുആ ചെയ്തു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഖുർആൻ കൊണ്ട് ഖബറിടത്തെ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണമേ എന്ന് ഒരു ദുആ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹദീസിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആനിനെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. തീർച്ചയായും നബിയെ, അങ്ങയിലേക്ക്, അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് നാം ഒരു വ്യക്തമായ പ്രകാശത്തെയാണ് ഇറക്കി തന്നിരിക്കുന്നത് എന്ന് സൂറത്തുൻ നിസായിലൂടെ അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഖുർആൻ അത് പ്രകാശമാണ്. ആ ഖുർആനിന്റെ പാരായണമാണ് ഓരോ മനുഷ്യന്റെയും ഖബറിടം വെളിച്ചമാക്കി തീർക്കുന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലി അസ്ഹാബിഹി. നബി തങ്ങൾ പറയാൻ, നിങ്ങൾ പരമാവധി ഖുർആൻ ഓതണം. ഖുർആൻ പരമാവധി ഓതുന്ന ശീലം നിങ്ങൾക്കുണ്ടാകണം. കാരണം ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി. ആരെല്ലാമാണോ അത് പാരായണം ചെയ്യുന്നത് അതിന്റെ വാക്താക്കൾക്ക് ആ ഖുർആൻ നാളെ പാരത്രിക ലോകത്ത് ശുപാർശകനായി വരുമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശുദ്ധ റമദാനിനെ പ്രത്യേകമായി ഖുർആൻ പാരായണവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നാളെ പാരത്രിക ലോകത്ത് ഓരോരുത്തർക്കും ശുപാർശകനായി വരാനുള്ള രണ്ട് മാർഗങ്ങളാണ്. ഒന്ന്, ജീവിതത്തിൽ അനുഷ്ഠിച്ച നോമ്പ് എന്നുള്ളത്. രണ്ടാമത്തെ ഒന്ന്, ജീവിതത്തിൽ പാരായണം ചെയ്ത ഖുർആൻ എന്നുള്ളത്. യഖൂലു സിയാം, നോമ്പ് പറയുമത്രേ,
ഐ റബ്ബി, ഓ പടച്ചവനെ, മനഅ്തുഹു തുആമ വശഗവാതി ബിന്നഹാർ, ഈ മനുഷ്യന് പകരന്തിയോളം ഭക്ഷണപാനീയങ്ങൾ എൻ്റെ കാരണത്താലാണ് വർജിച്ചിട്ടുള്ളത്, ഞാനാണത് തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, അദ്ദേഹത്തിൽ എനിക്ക് ശുപാർശയ്ക്ക് നീ അധികാരം നൽകണം, എൻ്റെ ശുപാർശയെ നീ സ്വീകരിക്കണമെന്ന് വിശുദ്ധ നോമ്പ് പറയുമെന്ന് പറയുന്നു. വയഖൂലുൽ ഖുർആനു, ഖുർആൻ പറയുന്നു, മനഅ്തുഹു നൗമ ബില്ലൈൽ, അദ്ദേഹത്തിന് പടച്ചവനെ, ഈ മനുഷ്യന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഉറക്കത്തെ തടഞ്ഞു വെച്ചത് ഞാനാണ്. അതുകൊണ്ട് ഫശഫ്ഇനി ഫീഹി, അദ്ദേഹത്തിൽ നീ എന്നെ ശുപാർശകനാക്കണമേ എന്ന് ഖുർആനും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയുശഫഅനി, അത് രണ്ടിനെയും ശുപാർശകരായിട്ട് സ്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. അത് വിട പറയുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഖത്മ് തീർക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. റമദാനിലും അല്ലാത്തപ്പോഴും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആനുമായുള്ള ഒരു കണക്ഷൻ, അത് പാരായണം ചെയ്യുന്ന ശീലം ഉണ്ടായിരിക്കണം. ഏതായാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമാത്രം പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ട മറ്റൊരു കർമ്മമുണ്ടോ എന്ന് സംശയമാണ്. ഒരു ഹർഫിന് 10 എന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിനെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് റമദാനിലൂടെയാകുമ്പോൾ അതിന്റെ പ്രതിഫലം എത്രയോ 10 മടങ്ങ് വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ വിട പറയുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ പലതവണ ഖത്മ് തീർക്കാൻ ശ്രമിക്കുക. അതൊന്നും ഇല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഖുർആനിനോടുള്ള ബാധ്യത എന്ന നിലക്ക് ഒരു ഖത്മെങ്കിലും തീരുന്ന ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ പോലും ഖുർആനിനെ എടുത്ത് മറിച്ചു വെച്ച് അതിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നോക്കിയിരുന്നാൽ പോലും കൂലി കിട്ടുന്ന ചില കർമ്മങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് തീരെ ഖുർആൻ പാരായണം അറിയാത്തവരാണെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് പോലുള്ള ചെറിയ സൂറത്തുകളാണ് നിങ്ങൾക്ക് അറിയുന്നതെങ്കിൽ അത് തന്നെ ധാരാളം തവണ ചൊല്ലുക. സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് ഹദീസുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ ഒരു ഖത്മ് നടത്തിയതിന്റെ പ്രതിഫലം അതിന് ലഭിക്കും. കാരണം അതിന്റെ ആശയ വൈപുല്യം കൊണ്ടാണെന്ന് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ ധാരാളം തവണ ഖത്മ് തീർക്കാൻ ശ്രമിക്കുക. മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക. കുടുംബങ്ങളിൽ, വീടുകളിൽ വെച്ച് തന്നെ ഖുർആൻ ഓതുന്ന ശീലമുണ്ടാവുക. അത് വലിയ ബറക്കത്തുണ്ടാകാനും അഭിവൃദ്ധി ഉണ്ടാവാനും കാരണമായി തീരുമെന്ന് ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം പറയുന്ന വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിലൊക്കെ വന്നു പോകുന്ന നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് വിവിധ മക്ബറകളിൽ കഴിയുന്നവർ, നമ്മുടെ പള്ളിക്ക് ചുറ്റും വിശ്രമിക്കുന്നവർ എല്ലാവരിലേക്കും ഈ പ്രഭാതത്തിന്റെ പുലരിയിൽ തന്നെ ഈ വിജ്ഞാനവേദിയുടെ മിഥിൽ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സാധാരണ സൂചിപ്പിക്കാറുള്ളതുപോലെ വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം മറക്കരുത്. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ജുമുഅക്ക് വേണ്ടി കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടെ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നേരത്തെ പള്ളിയിൽ വരാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.